നമ്മളെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞാൻ അന്ന് പിന്നെ കറ്റാർ വാഴ നടുന്നത് നിങ്ങളെ കാണിച്ചിരുന്നില്ലേ? അതിപ്പോൾ നല്ല പാങ്ങിന് ഇതള് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല ആദ്യമേ കുഞ്ഞു പൊടിച്ച് വന്നിട്ടുണ്ട്. എത്ര കുഞ്ഞായി പൊടിച്ച് വന്നിട്ടുണ്ട് എന്നറിയാം. അതിൽ തന്നെ കറുത്ത തുളസിയും കൂടി മുളച്ച് വന്നു. ഇത് ഇതിലൊന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയ കുഞ്ഞായിട്ട് പൊടിച്ച് വന്നത്. ഇത് മാറ്റി ഇനി വേറെ പിന്നെ മണ്ണ് ചാക്കിലാക്കിയിട്ട് നടണം. ഇനി ഇതിലെല്ലാം ചെറിയ കുഞ്ഞു ഇത് വന്നിട്ടുണ്ട് മുളച്ചിട്ട്. ഇത് മുളക് നട്ടയിൽ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പച്ചമുളകിൻ്റെ തൈ ഒന്ന് നട്ടിട്ടുണ്ടായില്ലേ? അതിൽ കുറേ ഇങ്ങനെ പൂവായിട്ട് വരുന്നുണ്ട്. അതിന് ഞാൻ കഞ്ഞിര വെള്ളവും പിന്നെ ചാരവും കൂടി കലക്കിയിട്ട് നല്ല ഭാഗം തെളിച്ച് കൊടുത്തിന്. അതുകൊണ്ട് ഇനി തുരുമ്പയോ പിന്നെ പുഴുവോ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു സാധനം അറിയോ നിങ്ങൾക്ക്? ഇത് നമ്മൾ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ സാമ്പാർ ചീര എന്ന് പറയും. ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഇപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ചീര എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ചുവന്ന ചീരരെ വിത്തിട്ടിട്ടുണ്ടായിനി. ഒരു വട്ടിയിൽ മണ്ണും വളപ്പൊടിയും ഇതുമെല്ലാം ഇട്ടിട്ട് ഇതിൽ നല്ല പാങ്ങിൽ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിന് ഇനിയും കുറച്ച് കൂടി വലുതായി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് തറയാക്കിയിട്ട് അതിൽ പാവിയിട്ട് തറയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് കുറച്ച് വളർന്ന് വന്നാൽ പൊരിച്ചെടുത്തിട്ട് അതിലത്തേക്ക് നടലാന്ന്. വളപ്പൊടിയും ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട്